തൊടുപുഴ MLA-യും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ ചെയർപേഴ്സണുമായ PJ ജോസഫിൻ്റെ മകൻ അപ്പു ജോസഫ് നേതൃനിരയിലേക്ക് എത്തുമ്പോൾ ജോസ് കെ മാണിയുടെ ചങ്കിടിപ്പ് കൂടുകയാണ്. യഥാർത്ഥ കേരള കോൺഗ്രസ് PJ ജോസഫാണെന്ന് കേരളക്കര മുഴുവൻ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം അവർക്ക് കിട്ടിയിരിക്കുന്ന കോട്ടയം ലോക്സഭാ സീറ്റ് ജനങ്ങൾ കയ്യൊപ്പ് ചാർത്തി അത് ഫ്രാൻസിസ് ജോർജിൻ്റെ കയ്യിൽ ഭദ്രമായി ഏൽപ്പിച്ചു എന്നുള്ളതാണ്. അന്ന് തന്നെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ തന്നെ തോമസ് ചാഴിക്കാടൻ പറഞ്ഞൊരു വാക്കുണ്ട്, കേരള കോൺഗ്രസ് തീർന്നിരിക്കുന്നു എന്ന്. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ദുഃഖം കൊണ്ട് പറഞ്ഞതല്ല, അദ്ദേഹം കൃത്യമായി മനസ്സിലാക്കി ഇനി കേരള കോൺഗ്രസ് എമ്മിന് ഭാവിയില്ല എന്നുള്ളത്. ഏതാനും ചില സീറ്റുകളിൽ കേരള കോൺഗ്രസ് എമ്മിന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിന്ന് ജയിക്കാൻ കഴിഞ്ഞു എന്ന് വിചാരിച്ച് അവർക്ക് ആധിപത്യമുണ്ട് എന്ന് ഉറപ്പിക്കാൻ ഒരിക്കലും കഴിയില്ല. കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോൾ വെന്റിലേറ്ററിൽ തുടരുന്ന പാർട്ടിയാണ്. ഏത് സമയം വേണമെങ്കിലും അവരുടെ പാർട്ടി ഇല്ലാതാകാം. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കൃത്യമായി ജോസ് കെ മാണി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നാളുകൾ എണ്ണിക്കഴിയുന്നു. സുഖലോലിപമായി ജീവിക്കാനുള്ള ആസ്തി, 10 തലമുറയ്ക്ക് സുഖമായി ഉണ്ടുറങ്ങാനുള്ള ആസ്തി കുടുംബപരമായി സമ്പാദിച്ചു വെച്ച രാഷ്ട്രീയ നേതാവിൻ്റെ മകൻ എന്ന ഖ്യാതിയാണ് പൊതുവിൽ KM മാണിയുടെ മകനെക്കുറിച്ച് പറയാറുള്ളത്. അത്രയേറെ അഴിമതിയും നോട്ടെണ്ണൽ മെഷീൻ ഉൾപ്പെടെയുള്ള നിരവധിയായ ആരോപണങ്ങളും നേരിട്ടപ്പോഴും UDF MLA-മാർ നെഞ്ചു കൊടുത്തതിൻ്റെ സഹായത്തിലാണ് KM മാണി അവസാന നാളുകൾ കഴിച്ചു കൂട്ടിയത്. പക്ഷേ എന്നിട്ടും നന്ദികേടിൻ്റെ അങ്ങേയറ്റം കാണിച്ചിട്ടാണ് KM മാണിയും കൂട്ടരും മുന്നണി വിട്ട് മര്യാദകേട് കാണിച്ചത്. ചരൽക്കുന്നിലെ യോഗത്തിന് ശേഷം മുന്നണി വിടുന്നു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പറയുകയായി. എന്നാൽ PJ ജോസഫും മോൻസ് ജോസഫും അതുപോലെ തന്നെ പ്രമുഖ നേതാക്കളുമൊക്കെ ജോസഫ് ഗ്രൂപ്പിൽ തുടരാൻ തന്നെയായിരുന്നു തീരുമാനം. പിന്നീട് വളരെ വൈകാതെ തന്നെ ഫ്രാൻസിസ് ജോർജും PJ ജോസഫുമായി ലയിച്ച് വലിയ തോതിൽ സംഘടനാ ശക്തി വളർത്തിയെടുക്കാൻ തീവ്രമായി ശ്രമിച്ചു. ഇപ്പോഴിതാ അപ്പു ജോസഫ് വരുമ്പോൾ മോൻസ് ജോസഫിന് കല്ലുകടിയാണ് എന്ന രീതിയിൽ ചില വാർത്തകൾ പടച്ചുവിട്ട് മാണി കോൺഗ്രസിനെ ഏതെങ്കിലും രീതിയിൽ രക്ഷപ്പെടുത്താമോ എന്ന് ചില സോഷ്യൽ മീഡിയ സൈറ്റുകളിൽ വാർത്തകൾ ഉയരുന്നുണ്ട്. പക്ഷെ അതൊക്കെ വെറും അല്പത്തരം മാത്രമാണ്. കേരള കോൺഗ്രസ് അസ്തമിച്ചിരിക്കുകയാണ്. ജോസ് കെ മാണിക്കിനി ഒരിക്കലും തിരിച്ചു വരാൻ കഴിയില്ല. നാണം കെട്ടിരിക്കുകയാണ്. 2 കരിഞ്ഞു എന്ന് മാത്രമല്ല, ഇനി ഒരിടത്തും തളിർക്കാത്ത വിധത്തിലേക്ക് കേരളത്തിൽ നിന്നും അവരെ പടിയടച്ച് പിണ്ടം വയ്ക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. അത് ഇപ്പോഴും തിരിച്ചറിയാതെ, ഇപ്പോഴും നേരം വെളുക്കാത്ത കുറേയധികം രാഷ്ട്രീയ നേതാക്കൾ, ലോക്കൽ നേതാക്കൾ കേരള കോൺഗ്രസ് എമ്മിൽ തെക്കുവടക്ക് നടക്കുന്നുണ്ട്. കയ്യിൽ കുറെ കാശുണ്ടെങ്കിൽ എന്തുമാകാം എന്ന് തെറ്റിദ്ധരിക്കുന്നവന്മാരുടെ പാർട്ടിയായി കേരള കോൺഗ്രസ് അധപ്പതിച്ച് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്.